അതെ, ഈ ഗിരിയേട്ടന്റെ വീട് എവിടെയാ? ഇതാ കാണുന്ന വയലിന്റെ അപ്പുറത്തായിട്ടുള്ള വീടാ. അപ്പുറത്തോ? ആ. നീ എന്താ ഇവിടെ? ഞാൻ മഴ കാണാൻ വന്നത്. മഴ വരാൻ പാടത്തേക്ക് ഇറങ്ങാൻ നീ മാക്കാൻ അവിടെ പിടിപൊടി അല്ലേ നിനക്ക്? പിടിപൊടി. മഴ കാണാൻ വന്നേക്കാം. ആനിയെ അതാരാടിയെ പോയേ? അത് നിങ്ങളുടെ മോള് തന്നെയാ. എന്നാ ഓക്കെ. ഞാൻ പോയി നോക്കാം. നല്ല ലഹരി. ഈ ലഹരി തരുന്ന വേറെ എന്തെങ്കിലും ഉണ്ടോ? ഈ പ്രണയത്തിന് നല്ല ലഹരിയാ അല്ലേ മോളെ? ആ, എനിക്കറിയില്ല. പൂജ, ആന്റി ഉപദേശിക്കാന്ന് കരുതരുത്. ഗിരി നല്ല പയ്യൻ തന്നെയാ. പക്ഷെ മോള് ഈ പ്രായത്തിൽ അങ്ങനെ പലതും തോന്നും മോളെ. അത് ചിലപ്പോ ഒരു തോന്നലാണെന്ന് തിരിച്ചറിയാൻ വൈകിയെന്നും വരും. മെച്ചൂർഡാകാത്ത പ്രായത്തിൽ തോന്നുന്ന. കുറെ നാൾ സ്നേഹിച്ച ആളെ മറന്ന് ചായ കുടിക്കുന്ന 2 മിനിറ്റ് സമയം കൊണ്ട് അമേരിക്കയിൽ നിന്ന് ഏതോ കഷ്ണി തലേനാണ് തന്റെ കെട്ടിയെന്ന് ഉറപ്പിച്ച ജൂലി ചേച്ചി എന്നെ കാട്ടി മൂത്തത്. അതാണോ ആന്റി മെച്ചോറിറ്റി? എനിക്കറിയില്ല. എന്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഗിരിയേട്ടനെ ഭയങ്കര ഇഷ്ടം. ആന്റിക്കും ഇഷ്ടല്ലേ? അത് നമുക്ക് ഇഷ്ടമുള്ള ആളെ നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. ആന്റി എന്നല്ലേ പറഞ്ഞേ? എന്നിട്ടിപ്പോ ഗിരിക്ക് ഇതറിയോ? നീ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പക്ഷെ ഞാൻ പറയും. ഒരു ചാൻസ് കിട്ടട്ടെ. ഈ ഞായറാഴ്ച എന്താ പ്രത്യേകതയെന്നറിയോ? ഓശാനല്ലേ? അത് നമ്മൾ ക്രിസ്ത്യാനികൾക്ക്. അവര് ഹിന്ദുക്കൾക്ക് ഓശാനയില്ല. അന്ന് ഗിരിയുടെ പിറന്നാളാ. അന്നവൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോകും. ഋത്തിക് റോഷൻ ഇന്ത്യൻ സിനിമയിൽ വന്ന് 1 മാസം കഴിഞ്ഞ ദിവസം.
അയ്യോ സോറി. ശിവനെ ആരാന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ആരായാലും ആദ്യമായിട്ട് അമ്പലത്തിൽ ഒന്നും തോന്നല്ലേ. ഓം ശാന്തി. അങ്ങനല്ലേ പറയാം. കിരിയേട്ട എന്താ പ്രാർത്ഥിക്കുന്ന വെച്ചാ അതങ്ങോട്ട് കൊടുത്തേക്കണേ. എന്നിട്ട് അങ്ങേരെ എനിക്ക് തന്നേക്കണേ. നീ എന്താ ഇവിടെ? ആരും വരാത്ത അമ്പലത്തില് പിറന്നാള് തന്നെ എന്താ കാര്യം? കാരണന്മാരായിട്ട് പണ്ട് വിളക്ക് വെച്ച് പൂജിച്ചിരുന്ന സ്ഥലമാണ്. റിസർവനാക്കിയപ്പോൾ കാട് വന്ന് മൂടിപ്പോയി. അച്ഛൻ പാർട്ടിയിലുണ്ടായിരുന്ന കാലത്ത് പോലും ഇവിടെ വരുമായിരുന്നു, രഹസ്യമായിട്ട്. കുഞ്ഞായിരുന്നപ്പോൾ എന്നെയും കൊണ്ടുവരുമായിരുന്നു. പിറന്നാളിന് ഇവിടെ വരുന്നൊരു സുഖമാണ്. കൊട എടുത്തിട്ടുണ്ടോ? എന്തിനാ? വാ. മഴ ആദ്യം പെയ്യുന്നത് കുന്നിന്റെ മുകളിലാണ്, അറിയോ? അതെ. വേണ്ട, ഒന്നും പറയണ്ട. എന്താ പറയാൻ വേണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഈ പ്രായത്തിലൊരു പെൺകുട്ടിക്ക് മുതിർന്നൊരാണിനോട് തോന്നുന്നൊരു ഐറ്റം, അത് ഊതി വീർപ്പിച്ച് വലുതാക്കാൻ തോന്നും. വീർപ്പിച്ച് ഒന്നുമില്ലാന്ന് അറിയുമ്പോൾ അവസാനം വിഷമാവും. ഇപ്പോൾ പഠിക്കുന്ന പ്രായം, അച്ഛനേക്കാൾ കൈപ്പണിയുള്ളൊരു ഡോക്ടർ അല്ലെങ്കിൽ അതിലും മേലെ എത്താനുള്ള ഒരാളാണ്. തൽക്കാലം വേറെ ചിന്തകളൊന്നും വേണ്ട. മഴ തോർന്നു, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. വേണ്ട, എന്തെങ്കിലും ബൈക്കുണ്ട്. देखा था एक आंचल मैंने अपने हाथों में, अब टूटे सपनों के शीशे चुभते हैं आंखों में। अब मैं देखा था एक आंचल मैंने अपने हाथों में, अब टूटे सपनों के शीशे चुभते हैं आंखों में। कर कोई ഗിരിയേട്ടൻ അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും വിഷമായി. ഞാൻ കുട്ടിയാണ് പോലും. മൂപ്പർക്കറിയില്ലല്ലോ ഞാൻ എത്ര ആലോചിച്ചിട്ട് ആ തീരുമാനം എടുത്തെന്ന്. ഇഷ്ടമല്ല, കൊച്ചുകുട്ടിയാണ് പോലും. എനിക്ക് 18 വയസ്സാവുമല്ലോ. അപ്പൊ ഞാൻ വീണ്ടും പോയി പറയും. അങ്ങനെയൊക്കെ ആലോചിച്ച് വെച്ചപ്പോഴും മെഡിക്കൽ എൻട്രൻസ് വന്നത്. എൻട്രൻസ് ഗുരു KC തോമസ് എന്ന ഭീകരനും.